നേരത്തെ പറഞ്ഞ ഡ്രസ്സല്ലേ, നമ്മൾ പെട്ടെന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് സദ്യ കഴിക്കാൻ പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷബന നസീം. കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഓണം സീസണായിട്ട് നമുക്കൊരു ഓണം വ്ളോഗ് കണ്ടാലോ? ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ കാക്ക പറഞ്ഞു, എന്നെ ഇതിലെടുക്കരുത് പ്ലീസ്, ഞാനില്ലാതെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലെത്തി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനോടി അകത്ത് കയറിയിട്ടുണ്ട്. അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ. സുഖമാണോ മോളു? ഇതാണ് എൻ്റെ നേരത്തെ പരിപാടി. ഇവിടെ ഞാനിപ്പോ രസം വെക്കണം, പെട്ടെന്നുള്ള തീരുമാനം, പെട്ടെന്ന് രസം വെക്കണം. അമ്മ ഇഞ്ചി വെളുത്തുള്ളി രസം പാല് വെച്ചാടി രസം വെക്കണം. പിള്ളേരെടുത്തോണ്ട് പോയി ഞാൻ കണ്ട് ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക്. വല്ല സഹായം വേണം? ഒരു സഹായം വേണ്ട, തിന്ന് സഹായിക്കണം. ഞാൻ എന്റെ നിസാമാക്ക് ഉണ്ടാക്കി പപ്പു ചേട്ടൻ്റെ അവിടെ സദ്യ. ഓരോരുത്തർക്കും ഓരോ വീട്ടിലാണ്. ഉമ്മച്ചിക്ക് ചേട്ടൻ വരൂലേ? അവളും പേരോഴുത്ത് തരാം. ഒരു സ്ഥലം കുഞ്ഞു മരവീട്ടില് നിൽക്കരുത്. അവരുടെ വരും 10 മണിക്ക് അവൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. 11 മണിക്ക് വിളിച്ചിട്ട് ഹലോ കാക്കി. കാക്കേ ഇങ്ങോട്ട് നോക്കൂ. എന്തോ എങ്ങനെ വ്ളോഗർ ആവുമ്പോളൂ? ഓ വേണം. എവിടെ എൻ്റെ ഇഡലി സാമ്പാർ? എടുത്തോ. വേണം ഇഡലി വിത്ത് സാമ്പാർ. കഴിക്കണം. കഴിക്കും. എല്ലാം കഴിച്ചോണം. കഴിക്കും. വെജിറ്റബിൾസ് ഒന്നും വെക്കാൻ പാടില്ല. നോ, വെക്കാറില്ല. അതെന്തടി അവിടെ അങ്ങനെ? നീ കഴി. ഇതിൽ നിന്ന് കുറച്ച് പിച്ചെടുത്തിട്ട് കുഴച്ചു. അടിപൊളി ഇഡ്ലി സാമ്പാർ, മൈ ഫേവറേറ്റ്. അതാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത്. എന്നാലും നീ ഞാൻ വരുന്നത് വരെ കഴിക്കാതെ കാത്തിരുന്നല്ലോ. ആരുടേത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിന്ന് അതിനെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കൂടിയൊന്നുമില്ല. നോക്കിക്കോ, എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കുന്നില്ല. അവക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ലവളേന്ന്. എന്റെ കൊച്ചിൻ്റെ ഒന്നും കൂടെ കിട്ടും, നോക്കിക്കോ. 2 എണ്ണം കൂടി ഇവിടെ ഇടിച്ച് ചെറുക്കൻ. അതിന് മുമ്പ് നീ കെട്ടിപ്പോക്കോ. അത് ചെറുക്കനാണ്. ചെറുക്കൻ എല്ലാരും പറയണ ചെറുക്കൻ. അതെന്താ അങ്ങനെ? പെട്ടെന്ന് തീർന്നല്ലോ. നല്ല പുള്ളിങ്ങാണല്ലോ. ലൈറ്റ് ലൈറ്റ് വെളിച്ചില്ലടി. സ്വന്തം വീട്ടിൽ ലൈറ്റിന്റെ സ്വിച്ച് എവിടെയെന്ന് പറഞ്ഞൂടാ. അവളാണ് ഇവള്. ആ പോണ് കാക്കപ്പെട്ട്. എന്തൊരു അടിപൊളി എന്ന് പറഞ്ഞത്. പാത്രം വടിച്ചു നോക്കി, ഇതിനകത്തൊന്നും ഇല്ലല്ല. എവിടെ പൊള്ളു തീർത്തല്ല. നീ അങ്ങനെ തിന്നടി. ഇവിടെ ഇരിക്കണേ ഉള്ളു. തിന്നെ, ഞാൻ പോട്ടാ. നിന്റെ ജോലി അടക്കട്ടെ. അല്ല, ഇത് ആർക്ക് കുടിക്കാനാ? എനിക്കല്ല, പിന്നെ ആർക്ക്? എല്ലാം കേട്ടിട്ടുണ്ടടി. നോക്കിക്കോടി, നിന്റെ തനി സ്വഭാവം എല്ലാരും അറിയിട്ടടി. പറ, പച്ചവെള്ളം തരത്തില്ലല്ലേ? കേട്ടാ കേട്ടാ. അവളിപ്പ വരും, നോക്കിയിരുന്നു. നമുക്ക് നമ്മുടെ കാര്യം
ബിരിയാണി ഞാൻ ഇട്ട അത്തപ്പൂക്കളല്ല, വേറെ ആരും ഇട്ടതാ. ഇതാണ് നമ്മുടെ ചേട്ടാ. ഇതിലുണ്ട് മറ്റേ ഫോട്ടോ ഇട്, അവന്റെ ആ ആടുന്നത് ഇട്. ഇതാണ് നമ്മുടെ കുഞ്ഞു വാവ നിച്ചുകുട്ടി. കുഞ്ഞു വരുമ്പോ കാണിച്ചിട്ടാ ബ്ലോഗിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സല്ലേ, നമ്മൾ പെട്ടെന്ന് വന്ന ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട്. സെറ്റാണ്. ബാഗിൽ ഒരാളെ ഇപ്പോൾ കൊച്ചിനെ കണ്ടാ ഇനി കുറച്ച് സ്റ്റിൽസ് എടുക്കാവേ. എടി ഓണല്ലേടി, വല്ല ഡ്രസ്സ് ഇട്ടോണ്ട് എന്തോടി നല്ല ഡ്രസ്സ് നമ്മളെ കണ്ടുപടി. അമ്മ ഉറങ്ങി, വഴക്ക് പറയാം അമ്മ. ഹായ് അമ്മയടുത്ത് തന്നെ. ഇനി എന്റെ ചെക്കൻ്റെ ഫോൺ എടുത്ത് കാണുമല്ലോ. നമുക്ക് സദ്യ കഴിക്കാൻ പോകാൻ പറ്റും. എനിക്ക് സദ്യവട്ടങ്ങളെല്ലാം കാണിക്കണ്ടേ? സദ്യവട്ടങ്ങളാ I want only മാങ്ങാച്ചാർ. നീ മാങ്ങാച്ചാർ മാത്രം തിന്നാതി, ചോറ് ശരി ശരി, ചോറ് വേണ്ട, മാങ്ങാച്ചാർ മാത്രം മതി. അവള് വാരി കഴിക്കട്ടെ. സന്തോഷം. നിച്ചുകുട്ടി, ചുഞ്ചിരി പെണ്ണെ, എടുത്തെറിയോ കളെ അച്ഛന്മാരെ മുകളിലോട്ട്. ശരിയാ, ഇങ്ങനെയും കഴിക്കാം. എന്തായാലും വലതുകൊണ്ട് തന്നെ എടുത്തത്. നിങ്ങൾക്കൊന്ന് സദ്യ കഴിക്കാറുണ്ടോ? കൊച്ചിനെ അറിയാവള്. അതാ അങ്ങോട്ട് പോയിരുന്ന കഴിയുന്നുണ്ട്. പായസം കുടിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെ നോക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം
പിന്നെ എവിടെ എന്നെ അടിച്ച് കൊന്നേ ഞാൻ ചത്തേ. നമ്മുടെ ഓണപരിപാടിയില്ല ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഞാൻ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.